സ്കൂട്ടർ തട്ടിപ്പ് കേസിൽ NGO കോൺഫെഡറേഷൻ ചെയർമാനായിരുന്ന KN ആനന്ദകുമാറിന് നേരെയും പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കുന്നു. അറസ്റ്റിലായത് അനന്തുകൃഷ്ണൻ ആണെങ്കിലും മുഖ്യ സൂത്രധാരനായി നിന്നത് ആനന്ദകുമാറാണെന്ന വിധത്തിലാണ് സംഭവങ്ങൾ പുറത്തുവരുന്നത്. അതേസമയം അനന്തുവിൻ്റെ മൊഴിയും പരിശോധിക്കും. ആനന്ദകുമാറിന് എല്ലാ മാസവും 10 ലക്ഷം രൂപ വീതം നൽകിയിരുന്നുവെന്ന് അനന്തുകൃഷ്ണൻ മൊഴി നൽകിയിട്ടുണ്ട്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലും അന്വേഷണം സായ് ഗ്ലോബൽ ട്രസ്റ്റ് ചെയർമാൻ കൂടിയായ ആനന്ദകുമാറിലേക്ക് വ്യാപിപ്പിച്ചിട്ടുണ്ട്. പകുതി വിലയ്ക്ക് സ്കൂട്ടർ വാഗ്ദാനം ചെയ്തിട്ടുള്ള തട്ടിപ്പിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അനന്തുകൃഷ്ണനാണെന്ന് നേരത്തെ ആനന്ദകുമാർ പറഞ്ഞിരുന്നു. മാസങ്ങൾക്ക് മുൻപ് NGO കോൺഫെഡറേഷനിൽ നിന്ന് രാജിവെച്ചതാണെന്നും പിന്നീട് സംഭവിച്ച കാര്യങ്ങളുമായി ബന്ധമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സ്കൂട്ടർ വിതരണം ചെയ്യുന്ന പദ്ധതി കോൺഫെഡറേഷന് മുന്നിൽ അവതരിപ്പിച്ചത് അനന്തുകൃഷ്ണനാണ്. പണം മുഴുവൻ വാങ്ങിയതും അനന്തുവിൻ്റെ അക്കൗണ്ടിലേക്കാണെന്നും ആനന്ദകുമാർ പറയുന്നു. പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായ വിശദീകരണം നൽകാതെ വന്നതോടെയാണ് ഫെഡറേഷനിൽ നിന്ന് രാജിവെച്ചതെന്നും ആനന്ദകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. പണം ഞങ്ങൾ തരും. എന്നാൽ എല്ലാ മാസവും നിശ്ചിത തുക ആനന്ദകുമാറിന് നൽകിയിരുന്നുവെന്നാണ് അനന്തുകൃഷ്ണൻ പോലീസിന് നൽകിയ മൊഴി. പിന്നീട് അദ്ദേഹവുമായി തെറ്റിയെന്നും സ്കൂട്ടർ വിതരണവുമായി ബന്ധപ്പെട്ടാണ് തെറ്റിയതെന്നും അനന്തു പോലീസിനോട് പറഞ്ഞു. ആദ്യഘട്ടത്തിൽ കേന്ദ്ര പദ്ധതികളാണ് അനന്തു ലക്ഷ്യമിട്ടിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് വിശദമായ പഠനം നടത്തിയിരുന്നു. എന്നാൽ അതൊന്നും നടന്നില്ല. തുടർന്നാണ് CSR ഫണ്ടിലേക്ക് പോയത്. എന്നാൽ CSR ഫണ്ടായി 1 രൂപ പോലും അനന്തുവിന് ലഭിച്ചിട്ടില്ല. കേസിൽ ഇതിനകം നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു കഴിഞ്ഞു. പറവൂരിൽ വന്ന കേസിൽ ജനസേവാ ട്രസ്റ്റിൻ്റെ ഭാരവാഹികളായ ഡോക്ടർ മധു, മേരി എന്നിവരും അനന്തുകൃഷ്ണനൊപ്പം പ്രതികളാണ്. അതേസമയം പാതിവില ഓഫർ തട്ടിപ്പിൽ സെക്രട്ടറി അനന്തുകൃഷ്ണനിൽ മാത്രം അന്വേഷണം ഒതുക്കരുതെന്നും കൂടുതൽ പേരുടെ പങ്കിലേക്കും അക്കൗണ്ടിലേക്കും അന്വേഷണം വേണമെന്നും നാഷണൽ NGO കോൺഫെഡറേഷനിൽ അംഗമായ NGOകൾ ആവശ്യപ്പെട്ടു. അനന്തുകൃഷ്ണൻ ആരംഭിച്ച സീഡ് സൊസൈറ്റികളുടെ അക്കൗണ്ടുകൾ മാത്രമല്ല, പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട എല്ലാ അക്കൗണ്ടുകളും പരിശോധിക്കണമെന്നാണ് ആവശ്യം. കൂട്ടായ്മയിൽ അംഗമായ സന്നദ്ധ സംഘടന നൽകിയ പരാതിയെ തുടർന്ന് നടക്കാവ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൻ്റെ NGO കോൺഫെഡറേഷൻ്റെ ഭാരവാഹികളെയും ഭരണസമിതി അംഗങ്ങളെയും പ്രതി ചേർത്തിട്ടുണ്ട്. വർഷങ്ങളായി ഗ്രാമപ്രദേശങ്ങളിൽ ചെറിയ സന്നദ്ധ പ്രവർത്തനങ്ങളുമായി കഴിഞ്ഞിരുന്ന സന്നദ്ധ സംഘടനകളെ വലിയ വാഗ്ദാനങ്ങൾ നൽകി നാഷണൽ NGO കോൺഫെഡറേഷനിൽ അംഗമാക്കിയത് സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് ചെയർമാൻ KN ആനന്ദകുമാറാണെന്ന് സംഘടനകൾ പറയുന്നു. തുടക്കം മുതൽ പദ്ധതിക്ക് നേതൃത്വം നൽകിയിരുന്നതും മുഖ്യപ്രതി അനന്തുകൃഷ്ണനെ കൂട്ടായ്മയ്ക്ക് പരിചയപ്പെടുത്തിയതും ആനന്ദകുമാറാണ്. കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ കോൺഫെഡറേഷൻ്റെ ഭരണസമിതി അംഗങ്ങൾ ചേർന്നാണ് ആദ്യഘട്ടത്തിൽ നടത്തിയത്. അനന്തുകൃഷ്ണനെ സംഘടനയ്ക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയതും സെക്രട്ടറിയാക്കിയതും ആനന്ദകുമാറാണ്. പിന്നീട് അനന്തുകൃഷ്ണൻ എന്ന ഒറ്റ വ്യക്തിയിലേക്ക് സാമ്പത്തിക ഇടപാടുകൾ പരിമിതപ്പെടുത്തിയതിന് പിന്നിൽ ആരുടെ ഇടപെടലാണെന്ന് കണ്ടെത്തണമെന്നാണ് സംഘടനകളുടെ ആവശ്യം. ഭരണസമിതി എടുത്ത തീരുമാനത്തിൽ നിന്ന് വ്യത്യസ്തമായ തീരുമാനങ്ങളുമായി അനന്തുകൃഷ്ണൻ മുന്നോട്ടു പോകുമ്പോൾ ഭരണസമിതി തടയുകയോ അംഗസംഘങ്ങളെ അറിയിക്കുകയോ ചെയ്തില്ല. ഇതിൽ ദുരൂഹതയുണ്ടെന്നും ഇവർ പറയുന്നു. അനന്തുകൃഷ്ണൻ ആരംഭിച്ച സീഡ് സൊസൈറ്റികൾ കോൺഫെഡറേഷനിൽ അംഗമായിരുന്നില്ല. എന്നിട്ടും സീഡ് സംഘങ്ങൾ എങ്ങനെ കോൺഫെഡറേഷൻ്റെ ലേബലിൽ പ്രവർത്തിച്ചു? സെക്രട്ടറി ആയിരുന്ന അനന്തുകൃഷ്ണൻ തന്നെ ഉപകരണങ്ങൾ വാങ്ങുന്ന കൺസൾട്ടൻസി കമ്പനിയുടെ CEO ആയത് എങ്ങനെ? അനന്തുകൃഷ്ണൻ സംഭാവന നൽകിയത് ആർക്കെല്ലാം? തുടങ്ങിയ ചോദ്യങ്ങളും ഇവർ ഉന്നയിക്കുന്നു. ആദ്യഘട്ടത്തിൽ കോൺഫെഡറേഷൻ നന്നായി നടത്തിയിരുന്ന പദ്ധതിയിൽ ഒട്ടേറെ പേർക്ക് ഉപകരണങ്ങൾ നൽകിയിരുന്നു. പിന്നീട് കോൺഫെഡറേഷനെ മറികടന്ന് അനന്തുകൃഷ്ണൻ സ്വന്തമായി ഉണ്ടായ സീഡ് സംഘങ്ങളെ ഉപയോഗിച്ച് പദ്ധതി നടപ്പാക്കി തുടങ്ങി. ഓരോ ഇടപാടിനും കമ്മീഷൻ ലഭിക്കുമെന്നായപ്പോൾ സീഡ് സംഘങ്ങൾ വൻതോതിൽ ആളുകളിൽ നിന്ന് അപേക്ഷ സ്വീകരിച്ചു. ഗുണഭോക്താക്കളുടെ എണ്ണം ക്രമാതീതമായി ഉയർന്നപ്പോൾ കൃത്യസമയത്ത് ഉപകരണങ്ങൾ നൽകാൻ കഴിഞ്ഞില്ല. ഈ പ്രതിസന്ധി ചെയർമാൻ ആനന്ദകുമാർ അടക്കമുള്ളവരെ അറിയിച്ചിരുന്നു. അനന്തുകൃഷ്ണന്റെ അറസ്റ്റിന് ശേഷവും KN ആനന്ദകുമാറിനെ വീട്ടിലെത്തി കണ്ട് നിവേദനം നൽകാൻ ശ്രമിച്ചെങ്കിലും സ്വീകരിക്കാൻ തയ്യാറായില്ലെന്നും സന്നദ്ധ സംഘടനകൾ പറയുന്നു.
അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.